ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. ടർബോ ഇടി പിടി ജോസ്, സോറി അടി പിടി ജോസ്, ടർബോ ജോസ്. ടർബോ ജോസ് അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. എന്താ വേണ്ടത്? അടി ഇടിയും വേണം. തരാം തരാം അതിലുണ്ടല്ലോ. അപ്പൊ ഇന്നല്ലാണ്ട് ഓക്കെ, എന്തായാലും തരാം എന്ന് പറഞ്ഞ് ഇന്ന് 6 മണിക്ക് ഒരു സാധനം തരും. യെസ്, എന്താണെന്നറിയോ? ന്യൂ റിലീസ് ഡേറ്റ്. നമ്മുടെ പ്രാർത്ഥന കേട്ടു. നന്നായിട്ടോ. ജൂൺ 13 ഇവർ ആൾറെഡി അനൗൺസ്മെന്റ് ചെയ്തതായിരുന്നു ഡേറ്റ്. ആ റിലീസ് ഡേറ്റ് വന്നപ്പോൾ ഒരുപാട് പേര് കമൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇത് നല്ലൊരു ഡേറ്റ് ആണോ എന്ന്. അതെ, കാരണം അന്ന് സ്കൂൾ തുറക്കുന്നു, പിന്നെ മഴയാണ് ഏറ്റവും വലിയ വിഷയം. ഏറ്റവും വലിയ വിഷയം മഴയാണ്. മഴ ഉണ്ടെങ്കിൽ കേട്ടോ, അത് ഏത് രീതിയിലായിരിക്കും മഴ ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തോ പുതിയ പ്രതിഭാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ പ്രതിഭാസങ്ങളും ഉണ്ട്. അപ്പോൾ എല്ലാ പ്രതിഭാസവും ഒരുമിച്ച് വരാൻ പാടില്ലല്ലോ. മമ്മൂട്ടി എന്ന പ്രതിഭാസം വരാൻ പാടില്ല. മഴയും തമ്മിലൊക്കെ ഭീകരമായിട്ടുള്ളൊരു. അതുമല്ല, ജൂൺ മാസം മമ്മൂട്ടി എന്ന് പറഞ്ഞ പ്രതിഭാസം മാത്രമല്ലെന്നേ, അതിന്റെ ഇടയ്ക്ക് കമലഹാസൻ വരുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് പ്രഭാസ് വരുന്നുണ്ട്, അമിതാഭ് ബച്ചൻ, എല്ലാരും കൂടി ഒരുമിച്ച് എല്ലാ പ്രതിഭാസവും ഒരുമിച്ച് വരാൻ പാടില്ല ഒരു മാസം. അത് താങ്ങൂല. അത് നല്ലതല്ല. നമുക്ക് ഓരോന്ന്, അതായത് ഘട്ടമായിട്ട് കിട്ടണം എല്ലാം. എന്താണെങ്കിലും പുതിയ റിലീസ് ഡേറ്റ് ഇന്ന് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ എത്തും. നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിരിക്കും. നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. പിന്നെ മറ്റൊന്ന്, റിലീസ് ഡേറ്റ് സാധ്യത മെയ് 23. അപ്പൊ 20 ദിവസം പുറകേക്ക്. അത് ഗംഭീരമായി. അല്ലെങ്കിലും മെയില് വലിയ സിനിമകൾ എന്നുള്ള രീതിയിലേ 16 ശേഷം ജൂൺ ഒരു 10-നുള്ളിലായിട്ട് വലിയ സിനിമകളില്ല. അതൊരു സത്യം കേട്ടോ. ഉണ്ട്, പക്ഷെ എല്ലാം ഒരു വലിയൊരു ഇതിൽ വരുന്ന ഒരു സിനിമകളൊന്നും അല്ല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു പോസ്റ്റർ വൈശാഖ് ഇട്ടിട്ടുണ്ട്. അതായത് ജൂൺ 13 എന്ന് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച ഒരു പോസ്റ്റർ ഇട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ പോസ്റ്റർ. ആ പോസ്റ്ററിൽ നിന്ന് ആ ഡേറ്റ് ഒക്കെ മാറ്റിയിട്ട് ആ പോസ്റ്റർ റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലെയിൻ ആക്കിയിട്ടുണ്ട്. ഇനി അത് തന്നെയാണോ ഇനി വരുന്നത്? അതേ പോസ്റ്റർ ഒന്നും ഇവിടെ ആ പോസ്റ്ററിൽ തന്നെ ഡേറ്റ് എഴുതിയാ പോരെ? അയ്യോ, പുതിയതായിരിക്കും, പുതിയ പോസ്റ്റർ വരും. ഓക്കെ, എന്തായാലും നോക്കാം. നമുക്ക് സമയം നമുക്ക് നോക്കാം. മമ്മൂട്ടീസ് യെസ്, അടിപൊളി. ചുമപ്പ് ടർബോ മോഡ് ആക്ടിവേറ്റഡ്. അയ്യോ, അത് കലക്കിട്ടോ. അത് പൊളിച്ച്. ടർബോ എന്ന് എഴുതിയിരിക്കുന്നത് കുറച്ച് ചരിച്ചിട്ടാണ്. അതേ രീതി തന്നെ ടർബോ മോഡ് ആക്ടിവേറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു. എല്ലാത്തിനും ഒരു ചെരിവുണ്ട് അല്ലേ? ടർബോ. അപ്പൊ ഈ ടർബോ ജോസ് എന്ന് പറഞ്ഞ ടർബോന്റെ സമയത്തായിരിക്കും അടീന്റെ പൊടി പൂരമായിരിക്കും. അതെ, അതാണ് ടർബോ മോഡ് ആക്ടിവേറ്റ് ആയി എന്ന് പറഞ്ഞാലേ. യെസ്, അങ്ങനെ റിലീസ് ഡേറ്റ് ആണ് ആദ്യം പറയേണ്ട സാധനം. പറഞ്ഞേ, 23 മെയ് 23 സിനിമ വേൾഡ് വൈഡ് റിലീസിംഗ് ആണ്. അറൈവിംഗ് ഫാസ്റ്റർ എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, അതായത് മുന്നേ വരുന്ന. അതായത് 13 20 ദിവസം പുറകേക്ക് പോകും. അതെ, എന്താണെങ്കിലും ഫുൾ റെഡിൽ ഒരു പോസ്റ്റ്, പൊടി പാറുന്ന ഫൈറ്റ് സീൻ തന്നെയാണ് തോന്നുന്നു. പിന്നെ അവിടെ കയ്യിലെന്തത്? എന്തായാലും മുഖം ഫുള്ളായിട്ട് കാണുന്നില്ല, പകുതിയുള്ളൂ. സൈലൻസർ അല്ലേ? സൈലൻസർ ആണെങ്കിൽ അമ്മാതിരി കൈ പിടിച്ചു കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളൂലിയാ. അത് ശരിയാ. സൈലൻസർ ഇങ്ങനെ ഈ ചൂടോടെ എടുത്ത് പിടിക്കാൻ അയൺമാൻ ജോസ് ആണോ അത്? ചൂടോടെ ഇതൊക്കെ പിടിച്ചിട്ട് ഇത് എന്തോ ഗ്യാസ് ഊറ്റിയാണെന്ന് സംശയമുണ്ട് എനിക്ക്. പക്ഷെ ഇതിന്റെ ഒരു ഷേപ്പ് കണ്ടിട്ട് സൈലൻസറിന്റെ ലുക്ക് ഉണ്ടല്ലേ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ചൂടുള്ളതാന്ന് എന്നോട് ആരാ പറഞ്ഞ? അല്ല, എന്നോട് ആരാ പറഞ്ഞ? ഇത് തണുത്ത സൈലൻസർ ആണെങ്കിലോ, അല്ല സൈലൻസർ പൊട്ടിച്ചിട്ടതോ വല്ലോ ആണെങ്കിലോ പഴയത്. അത് ശരിയാണ്. ഒരു ഗ്യാരേജില് ഫൈറ്റ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതെടുത്തില്ലേ? ചൂടാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഫുൾ റെഡിലാണ്. ഫുൾ റെഡാ ഇത്. സംഭവം ഒരു കളർ ഗ്രേഡ് പിടിച്ചതല്ലത്. ഇത് ആ സീന് തന്നെ. ഇതെനിക്ക് തോന്നുന്നത് രാവിലെ വന്ന പോസ്റ്ററിനകത്തുള്ള റെഡ് കൂടിയ ഒരു സാധനമാണ്. അപ്പൊ ആ ഒരു സീൻ തന്നെ അതേ കോസ്റ്റ്യൂം തന്നെയാണ്. ആ സീനിലുള്ള സംഭവം തന്നെയായിരിക്കും. ആളുടെ ദേഹത്ത് റെഡ് പൊടി വീണ് കിടപ്പുണ്ട്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമാണ് കാര്യം. അതായത് ബാക്കിലൊക്കെ ഈ റെഡ്
പൊടി പാർന്നു അതിലുള്ള ലൈറ്റ് കൂടി വരുമ്പോൾ ഏതാണ്ട് ഈ ഒരു കളർ മോഡായിരിക്കും. പക്ഷെ എന്താണെങ്കിലും ഹാപ്പി ആയിട്ടോ, സാധനം കുറച്ച് മുൻപേ വരുമെന്നുള്ളത് സന്തോഷം. അതൊരു ഭയങ്കര ഹാപ്പി. 23-ാം തീയതി ഈ ഒരു മാസം അല്ല, ഇനി നാളെ മുതൽ ഞങ്ങൾ തുടങ്ങുകയാണ് സിനിമകള്. അതെ, മെയ് 9-നായിരുന്നു ഇവർ ആദ്യം ലോക്ക് ചെയ്തിരുന്നത്. മെയ് 9 ഈ പൊളിച്ചേനെ അല്ലേ. അതാണെങ്കിൽ 1-ാം തീയതി മലയാളി ഫ്രം ഇന്ത്യ, 3-ാം തീയതി നടികർ, 9-ാം തീയതി ടർബോ, പിന്നെ 16-ാം തീയതി ഗുരുവായൂർ അമ്പലനടയിൽ, പിന്നെ ഹൃദയഹാരിയായ പ്രണയകഥ. 23-ാം തീയതി ആകുമ്പോഴത്തേക്കും 24-ാം തീയതി ആകുമ്പോഴത്തേക്കും മന്ദാകിനി, അതിന്റെ ഇടയ്ക്ക് ഗൂവ്, അതിന്റെ ഇടയ്ക്ക് മാരിവില്യൻ ഗോപുരങ്ങൾ, ഒരുപാടുണ്ട്. എന്തുവാ മാരിവില്യൻ ഗോപുരങ്ങൾ 10-ാം തീയതി. പിന്നെ 24-ന് വേറെ സിനിമ ഉണ്ടല്ലോ, നമ്മുടെ സൈനികത്തിന്റെ ലിറ്റിൽ ഹേർട്സ്, അഭിരാമി ഉണ്ട്. അത് 24-നാണോ? അത് 23-ന് അങ്ങനെ എന്താണ് തോന്നുന്നു. മാറ്റാം, മേ ബി, അറിഞ്ഞൂടാ. എന്തായാലും അല്ല എന്നാണ് തോന്നുന്നത്. വേറെ കാര്യം പറയാ, ജോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പേരുടെ കാലിടറും, പലരും മാറി നിൽക്കും. കാരണം മാറ്റല് നിർബന്ധമായിരിക്കും. ശരിക്കും നല്ല സമയം ഇപ്പോഴാട്ടോ. കാരണം ഈ മെയ് 9-ന് റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച ഒരു സിനിമ എന്തിനാണാവോ ജൂണിലേക്ക് കൊണ്ടുവച്ചത് നമുക്ക് അറിഞ്ഞൂടാ. ഓൾറെഡി വർക്ക് എന്തായാലും 9-ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിനോട് അനുബന്ധി അത് കഴിയാനായിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ആ ഒരു ധൈര്യം കിട്ടുന്നത് മെയ് 9-ന് കൊണ്ട് വെക്കാൻ. അപ്പൊ എന്തായാലും സാധനം ഔട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും, ഉറപ്പല്ല. അപ്പൊ പിന്നെ എന്തിന് ജൂണിലേക്ക് കാത്തിരിക്കണം? പിന്നെന്തിനാ? അതെ, എന്താണെങ്കിലും വരട്ടെ ഡേറ്റ്. ഇനിയിപ്പോ ടീച്ചറും കൂടിയാണ് വരാനുള്ളത്. എന്നാണെന്നുള്ള അറിയില്ല. നാളെ വരുമെന്നുള്ള അനൗൺസ്മെന്റ് ആണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അതെന്തായാലും മാറിയിട്ടുണ്ട്. അതായത് ശരിക്കും ഈ പോസ്റ്റർ ഇന്നലെ വരേണ്ടതായിരുന്നു. അതെ, അത് മാറി ഇന്ന് ആക്കിയപ്പോ ഇന്ന് ശരിക്കും വരേണ്ടിയിരുന്നത് ടീച്ചറിന്റെ അനൗൺസ്മെന്റ് ആയിരുന്നു. അപ്പൊ അത് മാറി. അപ്പൊ ഇനി ടീച്ചർ എന്തായാലും ഇപ്പം അടുത്തില്ല. അതായത് മെയ് 1-ന് ടീച്ചർ വരും എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നാളെ ഇനിയിപ്പോ വരുന്ന ഡേറ്റ് അവർ പറയും. ഇനി പറയുമായിരിക്കും. ഇനി അത് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ എന്തൊക്കെയുണ്ട്? ടീസർ ഉണ്ട്, ട്രെയിലർ ഉണ്ട്, പിന്നെന്തൊക്കെയുള്ള എല്ലാം അടുത്ത മാസം എല്ലാം. അതെ, ബഡിച്ചില്ല ഐറ്റം. നാളെ മുതല് കളി തുടങ്ങുകയാണ് അല്ലേ. സംഭവം എന്തൊക്കെയാണെങ്കിലേ ഇവര് ഒരുപാട് പോസ്റ്റേഴ്സ്, അതായത് വേറെ വേറെ പോസ്റ്റേഴ്സ് പുറത്തുവിടുന്നില്ല. അതൊരു സത്യം. ഏതാണ്ട് ഒരുപോലുള്ള ചില സീനുകളിൽ നിന്ന് പല രൂപത്തിലുള്ള ഇപ്പൊ ആകെ വന്നേക്കുന്ന ഏതൊക്കെയാ? ഒന്ന് വന്നത് ഇപ്പൊ ഇന്ന് രാവിലെ വൈശാഖ് ഇട്ടത് പോസ്റ്റർ, പിന്നെ ബ്ലാക്ക് മറ്റേ ജീപ്പേന്ന് ഇറങ്ങി വരുന്നത് ഫസ്റ്റ് ലുക്ക്, പിന്നെ വന്നത് മറ്റേ ജയിലില് ഇതിനുള്ള സ്റ്റേഷനിലിരിക്കുന്നത്. അതാണ് ഒന്ന് വ്യത്യസ്തമായി വന്നത്. ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം ഒരേ സെയിം തന്നെയാ. പിന്നെ എന്താ ഡേറ്റ് അനൗൺസ്മെന്റ്, ആ ജീപ്പിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് വൈറ്റ് പള്ളിപ്പെരുന്നാള് വൈബ്. യെസ്. ആകെ 4-5 പോസ്റ്റർ ഇറക്കിയിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി എന്തൊക്കെ അതിനകത്ത് അതൊക്കെ മറച്ചു വെക്കുന്നതാണേ. മറച്ചു വെക്കുന്ന ടീസർ 1 മിനിറ്റിന്റെ ഉള്ളിലുള്ളൂ എന്നുള്ളതാണ് കേട്ടോ നമ്മൾ അറിഞ്ഞത്. 1 മിനിറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. 40-45 സെക്കൻഡുകളൊക്കെ ഉള്ളൂ എന്നാണ് കേൾക്കുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, വരട്ടെ. ഇത് ശരിക്കും നാളെ ടീസർ വരേണ്ടിരുന്നതാണ്. ഒരു കണക്കിന് നന്നായി. നാളെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ ഇതിന്റെ പുറകെ നോക്കാൻ ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കാരണം ഇപ്പൊ നാളെ എന്തായാലും ടീസർ വരുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അനൗൺസ് ചെയ്യണം. പിന്നെ അപ്പൊ 2 അനൗൺസ്മെന്റോ, ഒന്ന് റിലീസ് ഡേറ്റും ഒന്ന് ടീസറിന് അനൗൺസ്മെന്റ് നടക്കൂല. അല്ല, പിന്നെ രണ്ടും കൂടി ഒരുമിച്ച് വിടണം. ഒറ്റ പോസ്റ്ററിൽ രണ്ടും കൂടി വിട്ടാൽ മതി. എന്താണെങ്കിലും വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.